ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സ്റ്റുഡൻ്റ് അക്കൗണ്ടിൽ കുട്ടികൾക്കായി നൽകിയിട്ടുള്ള നോട്ട്സ്, മറ്റു റിസോഴ്സുകൾ, വീഡിയോസ് ഉൾപ്പെടെയുള്ളത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നതാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് നെക്സ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഇതിൽ നമുക്ക് അസൈൻമെൻറ്റിൽ പോയാൽ ഒരുപക്ഷെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് റിസോഴ്സിൽ നിന്ന് നോട്ട്സ് ചെയ്തെടുക്കാനായിരിക്കാം. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഈ വർക്ക് അങ്ങനെയാണ്. ഡിസ്ക്രിപ്ഷനിൽ ടീച്ചർ കൊടുത്തിട്ടുണ്ട്, കൈൻഡ്ലി ചെക്ക് റിസോഴ്സ് സെക്ഷൻ, അപ്ലോഡഡ് യൂണിറ്റ് 2 ടീം വർക്ക്, ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ദർ, പ്ലീസ് കോപ്പി ടു യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചില കേസുകളിൽ ഇവിടെ ഫയൽ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടാവില്ല ടീച്ചർ ഓൾറെഡി അത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ റിസോഴ്സിലാണ് തന്നിട്ടുണ്ടാവുക. അവിടെ ആയിരിക്കും നോട്ട്സ് തന്നിട്ടുണ്ടാവുക. ആ നോട്ട്സ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഹോംവർക്കിൽ തന്നു കഴിഞ്ഞാൽ സബ്മിഷൻ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം നോട്ട്സൊക്കെയും നമുക്ക് അവിടെ സബ്ജക്റ്റിലാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഹോംവർക്ക് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്യാം. അല്ല എങ്കിൽ നമ്മൾ തിരിച്ച് സബ്ജക്റ്റിലേക്ക് വരിക. മീൻസ് നമ്മുടെ സ്റ്റുഡൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിൽ ഷെഡ്യൂൾ ഫോർ ദ ഡേ ആണ് കാണുക. അതിന് താഴെ സ്കൂൾ കോഴ്സസ് എന്ന് കാണാം. ആ സ്കൂൾ കോഴ്സസ് നേരത്തെ ഇപ്പോൾ ഇംഗ്ലീഷാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൽ സ്കൂൾ കോഴ്സസിലുണ്ട്, റിസോഴ്സിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ കോഴ്സസിൽ നമ്മൾ ഇംഗ്ലീഷ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കുള്ള ഓരോ പാഠങ്ങൾ ഇതിനകത്ത് കാണാം. ഇതിലിപ്പോൾ യൂണിറ്റ് 2 ടീം വർക്ക് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ 2 റിസോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ പറയുന്നുണ്ട് ഈ യൂണിറ്റ് 2-ൽ 2 റിസോഴ്സ് ടീച്ചറോട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5th യൂണിറ്റ് 2 PDF 5th ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ ടീച്ചറുടെ നോട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്ക്രീൻ ഒരു പക്ഷേ സ്ക്രീൻ റെക്കോർഡിൽ വിസിബിൾ ആവണമെന്നില്ല. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് കാണാം. അതായത് സൂം ചെയ്യാനാണത്. സൂം ഇന്നും സൂം ഔട്ടും ആണത്. ആ പ്ലസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സൂമായിട്ട് വരുന്നുണ്ടായിരിക്കും. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ രീതിയിൽ വിസിബിൾ ആകും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് പാഠഭാഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വീഡിയോസ് ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്കൂൾ കോഴ്സസ് എന്നുള്ള സ്കൂൾ കോഴ്സസിൽ പോയി സബ്ജക്റ്റിൽ നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്ത് കുട്ടികൾക്ക് ആവശ്യമുള്ള നോട്ട്സും വീഡിയോസൊക്കെ കൊടുത്തിരിക്കാം ടീച്ചേഴ്സ്. അപ്പോൾ അതുകൊണ്ടത് നന്നായിട്ട് നോക്കുക. ഇപ്പോൾ ജി കെയിൽ ഇപ്പോൾ കുട്ടികൾ കാണേണ്ട ഒരു വീഡിയോ ടീച്ചറോട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റുഡൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ തന്നെ സ്കൂൾ കോഴ്സസ് കാണാം. അപ്പോൾ നമ്മൾ GK ഓപ്പൺ ചെയ്തു. അതിനകത്ത് ലെസൺ 1 പ്ലാൻ വേൾഡ് എന്നുള്ളത് 3 റിസോഴ്സസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. Our world is full of different types of plants. Let us learn about them. Classification. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള നോട്ട്സ്, മറ്റു റിസോഴ്സുകൾ, വീഡിയോ ഉൾപ്പെടെയുള്ള റിസോഴ്സുകളൊക്കെ നമുക്ക് ഇതിനകത്തു നിന്നാണ് കിട്ടുന്നത്. സ്കൂൾ കോഴ്സസിലാണ് കിട്ടുന്നത്. ടീച്ചറോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിവിടെ വിസിബിളാണ്. അങ്ങനെ ഓരോ സബ്ജക്റ്റും നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. താങ്ക് യു.